അപ്പപ്പൻ കാവാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 2-3 തലമുറകൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം ഇവിടെ വെറും ഒരു ആൽത്തറയിൽ ആരംഭിച്ചത്. ഇവിടുത്തെ ഈ ആൽത്തറയ്ക്ക് ഈ പ്രദേശം ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ആരാധന നടത്തിയിരുന്ന ഒരു സമയത്ത്. ഇപ്പോൾ വലിയ രീതിയിൽ അതിനുശേഷം ജനങ്ങളും പൊതുജനങ്ങളും നാട്ടുകാരും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ 2 ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹം എന്ന് പറയുന്നത് ശിവലിംഗ രൂപത്തിലുള്ള പരമശിവനെ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണ്. അത് മുല്ലപ്പന്തൽ മോഡലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആ വെള്ളം വീണാലും എല്ലാം ശിവലിംഗത്തിലേക്ക്, എല്ലാ മഴ പെയ്യുമ്പോഴും ലിംഗത്തിലേക്ക് വെള്ളം വീഴുകയും അത് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് പതിക്കുകയും അത് കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന മുല്ലപ്പന്തൽ എന്ന് പറയുന്ന രീതിയിൽ നല്ല ആകൃതിയിലാണ് ഈ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജനങ്ങളെല്ലാം തീരുമാനിച്ചു ശിവനുണ്ട്, ഇതിനകത്ത് ഗണപതി ക്ഷേത്രം വേണമെന്ന് തന്ത്രി പറയുകയും അതനുസരിച്ച് നമ്മൾ ഒരു ഗണപതി ക്ഷേത്രവും നിർമ്മിക്കുകയുണ്ടായി. ബാലഗണപതിയാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ബാലഗണപതിയുടെ വന്നതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം വളരെയധികം കൂടുകയുണ്ടായി. പക്ഷേ ഇതിനെല്ലാത്തിനും നമ്മുടെ ഏറ്റവും മൂർത്തിഭാവം എന്ന് പറയുന്നത് അപ്പൂപ്പനാണ്. ഇവിടുത്തെ പ്രധാന പൂജ എന്ന് പറയുന്നത് അപ്പൂപ്പന് താമ്പൂല സമർപ്പണമാണ്. കോഴി സമർപ്പണം, പഴയ കാലത്തിന് ചില ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുന്ന ചില ആരാധനാക്രമങ്ങൾ, ഇത് കൂടാതെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിന് ഒരു ദിവസം മുമ്പ് പേക്കൂട്ടൽ എന്ന് പറയുന്ന ചടങ്ങുണ്ട്. അത് എനിക്കൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3-4 തലമുറകൾക്ക് മുമ്പ് ഒരു ആചാരവിധി പ്രകാരം ഇവിടുത്തെ ഒരു കൂട്ടം ആൾക്കാർ ചെയ്തു വന്ന ഒരു ആചാരമാണ് പേക്കൂട്ടൽ. എല്ലാ വർഷവും ഉത്സവം എന്ന് പറയുന്നത് മണ്ഡലച്ചെറുപ്പ് മഹോത്സവമാണ്. വൃശ്ചിക മാസം 1-ാം തീയതി ആരംഭിക്കുന്ന ഉത്സവം ധനു 13-ന് അവസാനിക്കും. ഏറ്റവും ധനു 11, 12, 13, 41, 42, 43 വിളക്കുകളായിട്ടാണ് ഇവിടുത്തെ ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. 3 ദിവസവും അന്നദാനവും എല്ലാ പരിപാടികളും ഒക്കെ നടത്താറുണ്ട്. നാളെ ഇനി 2 ദിവസമായിട്ട് നടക്കുന്ന ഉത്സവമാണ്. പടുക്ക ഘോഷയാത്രകൾ, പൊങ്കാല സമർപ്പണങ്ങൾ തുടങ്ങിയ നിരവധി സ്റ്റേജ് പ്രോഗ്രാം അടക്കമുള്ള വിവിധ പരിപാടികളൊക്കെ ചെയ്തു വരുന്നു. ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ മതസ്ഥരും ഈ അമ്പലത്തിൽ വരാറുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. പല രീതിയിലുള്ള പൂജാകാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഈ നാടിൻ്റെ അമ്പലമാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അപ്പൂപ്പൻ ക്ഷേത്രമാണ്. ഇതിൻ്റെ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് ചെയ്തു വരുന്നത്. അതിൽ ഇപ്പോൾ നിലവിലുള്ള അതിന് ഏറ്റവും മൂപ്പുള്ള ആളെന്ന് പറയുന്നത് ശ്രീ തുളസിയാണ് ഈ അപ്പൂപ്പൻ്റെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ കൊച്ചിലെ എൻ്റെ അമ്മേക്ക് മുമ്പേ അത് ഇവിടെ ഇല്ല കാട്ടിലും അവിടെയും ഇവിടെയായിട്ട് മരത്തിനകത്ത് കൊത്തി വെച്ചേക്കുകയാണ്. അതിനെ ഞങ്ങൾ കുറച്ച് ഒരു പുണിയാളിയും പിന്നെ കുറച്ച് പിള്ളേരും ഒരു കോയ്മെന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് വെച്ച് ഒരു മേച്ചാതിയും കൂടെ വന്നാണ് നമ്മളിതെല്ലാം ഒരു കല്ല് പറക്കി വെച്ച് കെട്ടുകയും അതിനെ ഇങ്ങനെ പുരോഗമിച്ച് കൊണ്ടുവന്ന സമയത്താണ് ഇങ്ങനെ ഈ ക്ഷേത്രം ഏറ്റെടുക്കാനും ഇതിന് വരാനും ഈ സാറ് ഞങ്ങളൊപ്പം എന്നിട്ട് അതിനെ നമ്മൾ ഇവിടെ തിരിച്ചാണ് നമ്മളിപ്പോൾ ശിവക്ഷേത്രമാക്കി മൂർത്തിനെ ശിവക്ഷേത്രമാക്കി അപ്പൂപ്പൻ്റെ സ്ഥാനത്ത് അവിടെ കൊടുക്കുകയും ചെയ്ത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അപ്പൂപ്പനാണ് എന്ന് ഒരുപാട് അനുഭവസ്ഥർ പറയുന്നുണ്ട്. പ്രധാന വഴിപാട് എന്താണ് അപ്പൂപ്പന് വേണ്ടി? പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ മുറുക്കാനും കല്ല്. എൻ്റെ പേര് സുജീവ്. ഞാൻ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ സെക്രട്ടറിയാണ്. ഏകദേശം 3 വർഷത്തോളമായി ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി സെക്രട്ടറിയായി തുടരുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം. അതിൽ മണ്ഡലച്ചിറപ്പ് മഹോത്സവം എന്നാണ് നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മണ്ഡലച്ചിറപ്പ് മഹോത്സവം എന്നാണ് അറിയപ്പെടുന്നത്. വൃശ്ചികം 1-ന് തുടങ്ങി ധനു 13-ന് ഉത്സവം തീരുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ഉത്സവം വളരെ അതിമനോഹരമായി 3 ദിവസവും പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ നമ്മൾ ഉത്സവം നടത്തുന്നത്. എൻ്റെ പേര് മോഹനൻ നായർ. നാഗരവ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാവാണ്. ഈ കാവ് പുരാതനമായ ഒരു കാവാണ്. എല്ലാവരും നല്ല രീതിയിൽ വിശ്വസിച്ച് ആരാധിക്കുന്ന ഒരു കാവാണ്. മാസം തോറും ഐല്യപൂജയുണ്ട്.
കുതിരിപ്പുറത്തെത്തുന്ന അപ്പൂപ്പനാണ് ഇവിടെ കുടികൊള്ളുന്നത്. നമുക്ക് എന്താഗ്രഹവും വിളിച്ച് വളരെ അപ്പൂപ്പൻ്റെ അടുത്ത് നമുക്ക് നമ്മളെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഒരു പ്രസാദം കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. അത് നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ളതാണ്. നമ്മൾ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള എല്ലാമാണ്. നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. നമ്മൾ പിന്നെ എന്ത് വന്ന് ആവശ്യപ്പെട്ടാലും ഭഗവാൻ നമുക്ക് ഇതുവരെ സാധിച്ചു തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ 50 പേരടങ്ങുന്ന സംഘമാണിത്. നമ്മൾ മനസ്സ് കൊണ്ട് വിളിച്ചാൽ മഹാദേവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൂപ്പന് ആ വിശ്വാസം ഞങ്ങൾക്ക് എന്നുമുണ്ട്. ഞങ്ങൾ ഇനിയും തുടർന്ന് ഇതുപോലെ നിൽക്കാൻ മഹാദേവൻ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ കുട്ടിയിലെ തൊട്ടേ ഇവിടെ വരികയാണ്. അപ്പം ഞാൻ മഹാദേവന് ഭയങ്കര ഒരു ഭക്തിയും കൂടിയാണ്. മഹാദേവ മനോഹര മഹാമന്ത്ര പ്രഭു മഹാമായ ഭഗവതി പ്രിയ നിന്നെ